അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വാഹനം 2012 മോഡൽ BMW X3 30D എന്നുള്ള വാഹനമാണ്. ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. നിലവിൽ ഡൽഹി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. കേരളത്തിലേക്ക് NOC എടുത്തിട്ടുണ്ട്. 1,30,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. വേറെ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും, കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സൺറൂഫൊക്കെ വരുന്ന ടോപ്പ് എൻഡ് മോഡലാണ്. ഏകദേശം ഒരു 90 ലക്ഷം രൂപ എക്സ്ഷോറൂം വരെയുള്ള ഒരു വാഹനമാണ്. ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 14 ലക്ഷം രൂപ മാത്രമാണ്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന വാഹനം 2018 മോഡൽ ഹോണ്ട സിറ്റി VX ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ടോപ്പ് എൻഡ് വാഹനമാണ്. സൺറൂഫ് എല്ലാം വരുന്ന വാഹനം. വെറും 35,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഒറിജിനൽ കമ്പനി പെയിൻറ്റിലാണ് നിൽക്കുന്നത്. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനുള്ളൊരു എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 20-നും 25-നും അടുത്ത് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. എക്സ്ഷോറൂം വില ഏകദേശം 18 ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും 10,25,000 രൂപ മാത്രമാണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. Volkswagen Virtus ആണ് വാഹനം. വെറും 1000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. വണ്ടി ഷോറൂം പീസ് എന്ന് പറഞ്ഞാൽ അത്ര ഷോറൂം കണ്ടീഷൻ ഇരിക്കുന്നു. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. 6 മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. വെറും 1100 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. മാനുവൽ അല്ല, ഇത് ഓട്ടോമാറ്റിക്കാണ്. GT എഞ്ചിനാണ് വരുന്നത്. TSI. DSG ഗിയർ ബോക്സ് വരുന്നൊരു വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. ഏകദേശം 19 ലക്ഷം രൂപയോളം ഓൺ റോഡ് വിലയുള്ള വാഹനമാണ്. ഞങ്ങൾ ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 16 ലക്ഷം രൂപയ്ക്കാണ്. ഹൈലൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് ഈ വാഹനം വരുന്നത്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന വാഹനം 2022 മോഡൽ MG ഹെക്ടർ ഷാർപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. പെട്രോൾ വേരിയൻറ്റിൽ 20,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിരിക്കുന്നത്. മാനുവൽ ഗിയർ ബോക്സാണ് ഈ വരുന്നത്. പനോറമിക് സൺറൂഫ്, അലോയ് വീൽ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നല്ല ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഇത്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഈ വാഹനത്തിന് ഏകദേശം 23 ലക്ഷം രൂപ പ്രൈസുള്ള വാഹനമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വളരെ തുച്ഛമാണ്. വെറും 16 ലക്ഷം രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്ന വാഹനം 2014 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. ട്രെൻഡ് ലൈൻ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 90,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഡീസൽ മാനുവൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഏകദേശം 20-നകത്ത് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 4,75,000 രൂപ മാത്രമാണ്. ഏകദേശം 3.5 ലക്ഷം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന വാഹനം 2020 മോഡൽ നെക്സോൺ XM ആണ് വേരിയൻറ്റ് വരുന്നത്. പെട്രോൾ വേരിയൻറ്റിലുള്ള വാഹനമാണ്. ഏകദേശം 50,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ്. റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. പേപ്പർ ഭാഗങ്ങളെല്ലാം കറണ്ടാണ്. നല്ല ക്വാളിറ്റിയാണ്. വെറൈറ്റി കളറാണ്. ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് വരുന്നത്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 7,50,000 രൂപയാണ്. പ്രൈസ് നമുക്ക് മാക്സിമം നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഫിനാൻസ് ഒക്കെ മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് തന്നെ നമുക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാം.